സ്വന്തം വില കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുക എന്നത്. മടുത്തവരുടെ അടുത്ത് എത്രയൊക്കെ യാചിച്ചാലും പിന്നാലെ പോയാലും തിരിച്ചു കിട്ടുന്നത് ഒഴിവാക്കൽ മാത്രമായിരിക്കും. തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാനാണ് പ്രയാസം. ചീഞ്ഞ വസ്തുക്കളൊക്കെ വളർന്നു വരുന്ന ചെടിയുടെ മുകളിൽ ഇടാറില്ല, ചുവട്ടിലിടും. കാരണം അത് നല്ലൊരു വളമാണ്. അതുപോലെ നമുക്കെതിരെ വരുന്ന തെറ്റായ വിമർശനങ്ങളെ തലയിൽ കയറ്റരുത്. താഴെയിട്ട് മുകളിൽ കയറി നിന്ന് അതിനെ വളമാക്കി മാറ്റുക. നമുക്ക് ജീവിതത്തിൽ എന്തുണ്ട് എന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ ആരുണ്ട് എന്നതാണ് പ്രധാനം. മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവൻ്റെ ആരോഗ്യമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അവനെ വിട്ടുപോകുന്ന ദിവസം അത് എല്ലാ ബന്ധങ്ങൾക്കും ഭാരമായി മാറുന്നു. ബന്ധങ്ങളുടെ വേരുകൾ ശക്തമെങ്കിൽ അകലം ഒരു പ്രശ്നമല്ല. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. കാരണം ഇത് നിങ്ങളുടെ സങ്കടം വർദ്ധിപ്പിക്കും. ഒരാൾ നിങ്ങളോട് വളരെ മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഓർക്കുക, എത്ര മധുരിച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴി മാറുക തന്നെ ചെയ്യും. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ദേഷ്യത്തിൻ്റെ ഒരു നിമിഷം ക്ഷമിച്ചാൽ ദുഃഖത്തിൻ്റെ 100 ദിവസങ്ങളിൽ നിന്നും രക്ഷ നേടാം. ക്ഷമയ്ക്കു പകരം ക്ഷമ മാത്രമേ ഉള്ളൂ. ക്ഷമ തോൽക്കുന്നിടത്ത് പരാജയവും ടെൻഷനും കൂടെപ്പിറപ്പായി ഉണ്ടാവുമെന്ന തത്വം മറക്കാതിരിക്കുക. വ്യക്തിത്വം എന്നത് ജീവിതത്തെ ഫലപ്രദമായി നയിക്കാനാവശ്യമായ പ്രേരക ശക്തിയാണ്. വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും. വീണ്ടു വിചാരമില്ലാതെ തൊടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അത് ആഴത്തിൽ വന്നു പതിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ്. അവരിൽ പലർക്കും ക്ഷമിക്കാൻ കഴിഞ്ഞാലും മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപം ഉണ്ടായേക്കാം, പക്ഷേ പഴയ പോലെ ഭംഗിയുണ്ടാവില്ല. അതുപോലെയാണ് പല ബന്ധങ്ങളും. നിങ്ങൾ അവസരം കൊടുക്കാതെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. സാഹചര്യം കൊണ്ട് പിരിഞ്ഞുപോയവരെ മറക്കരുത്. സാഹചര്യം മുതലാക്കി പിരിഞ്ഞുപോയവരെ ഓർക്കുകയും അരുത്. വിശ്വസിച്ചാൽ നിശബ്ദതയെപ്പോലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ ഓരോ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടുന്നു. വിശ്വാസമെന്നത് ബന്ധങ്ങളുടെ ആത്മാവാണ്. കണ്ണുകളിലെ ബഹുമാനവും സംസാരത്തിലെ അലങ്കാരവുമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും ശക്തമായ ചരടുകൾ. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും.